വെൽക്കം ടു ദൻ മലയാളം. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഓപ്ഷൻ ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ക്വാണ്ട് മോഡ് ഒൺലി ഫോർ ഓപ്ഷൻ ട്രേഡേഴ്സ് ആണ്. എസ്പെഷ്യലി നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി പോലുള്ള നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എങ്ങനെ ട്രേഡ് ചെയ്യാം, അത് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ബെറ്റർ എക്സാമ്പിൾ. അതാണ് നമ്മളിപ്പോൾ ഇന്ന് ധന്നിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ധന്ന് നിങ്ങൾക്കായിട്ട് ക്വാണ്ട് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഓപ്ഷൻ ട്രേഡിംഗ് ഫെസിലിറ്റി തന്നെ നമ്മൾക്ക് ഒരുക്കിയിട്ടുണ്ട്. സോ അത് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്വാണ്ട് മോഡ് എന്ന് പറയുന്നത്? ബേസിക്കലി ഓപ്ഷൻ ട്രേഡേഴ്സിന് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, ഒരു പ്രോബബിലിറ്റി, അതായത് നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നത് വിജയിക്കാൻ സാധ്യതയുണ്ടോ, എത്രത്തോളം സാധ്യതയുണ്ടെന്ന് അറിയാതെ നമ്മൾ ട്രേഡിലേക്ക് പോകുന്നു. വൺ തിങ്. രണ്ടാമത്, നിങ്ങളുടെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എത്രമാത്രം ആണെന്ന് നിങ്ങൾക്കൊരു ധാരണയില്ലായ്മ. പിന്നെ ബ്ലൈൻഡ് ആയിട്ട് ഒരു സ്പെക്കുലേഷൻ ആയിട്ട്, അതായത് പുട്ടെടുത്താൽ പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ കോൾ എടുത്താൽ പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ഒരു മിഥ്യാധാരണ മാത്രം, അതായത് ഒരു ഊഹം വെച്ചിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. അതിന് പകരം നിങ്ങൾ ട്രേഡ് എടുക്കാൻ പോകുന്ന സ്ട്രൈക്ക് ഏതാണോ ആ സ്ട്രൈക്കിന് എത്രത്തോളം വിജയ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം ബെനിഫിറ്റ് ആയിരിക്കും നമ്മൾക്ക്. സോ അത് എളുപ്പത്തിന് നമുക്ക്, കാരണം ഇതെല്ലാം കണ്ട് വന്ന് വരുമ്പോഴേക്കും അവന്റെ പാട്ടിന് പോയിരിക്കും. പക്ഷെ അതിനും പറ്റില്ല. പക്ഷെ എളുപ്പത്തിന് നമുക്ക് ട്രേഡിലേക്ക് പോകുകയും വേണം. എന്നാൽ ക്വിക്കായിട്ട് നമുക്ക് എങ്ങനെ അറിയാം എന്നുള്ളതും കൂടി നമുക്ക് ലഭ്യമാണെങ്കിൽ, ഒരു പ്ലാറ്റ്ഫോം അത് നമുക്ക് തരികയാണെങ്കിൽ എത്രത്തോളം സൗകര്യമായിരിക്കും. നിങ്ങൾ ആ ക്വാണ്ട് മോഡ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ ജേർണി ടുഡേ. വെൽക്കം ബാക്ക് ടു ക്വാണ്ട് മോഡ്. അപ്പോൾ ക്വാണ്ട് മോഡ് നമുക്ക് എങ്ങനെ, ആദ്യം ധന്നിന്റെ വെബ് പ്ലാറ്റ്ഫോമിൽ ഓപ്ഷൻ ട്രേഡർ വെബ് ഉണ്ട്. ധന്നിന്റെ 2 ട്രേഡർ പ്ലാറ്റ്ഫോം ഉണ്ട് വെബിൽ തന്നെ. അതിൽ നമ്മൾ ഓപ്ഷൻ ട്രേഡറിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അത് എങ്ങനെയാന്ന് വെച്ചാൽ, dhan.co നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് അറിയാം dhan.co പോകുമ്പോൾ എന്താ അറിയാ, ലോഗിൻ വരും. dhan.co ലോഗിൻ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വരിക, 4 ഓപ്ഷൻസ്. ഓൾറെഡി ഞാൻ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. സോ ദൻ ഓപ്ഷൻ ട്രേഡർ, ദൻ ഓപ്ഷൻ ട്രേഡർ, പിങ്ക് കളറിലുള്ള ധന്നിന്റെ ലോഗോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ലോഗിൻ ടു ഡെസ്ക്ടോപ്പ് വെബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത് സ്ക്രീൻ കൊടുക്കുമ്പോഴേക്കും സ്ക്രീൻ ഓൺ ചെയ്തു വന്നു. പ്രൊസീഡ് ടു ട്രേഡിലേക്ക് പോവാം. അപ്പോൾ പ്രൊസീഡ് ടു ട്രേഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ കഴിയും? നിങ്ങൾക്ക് ഹോം, സ്ട്രാറ്റജി ബിൽഡർ, അനാലിസിസ്, ഇൻസൈറ്റ്സ് കണ്ടോ? നിങ്ങൾ ഏറ്റവും ഹോമിൽ ഇവിടെ നോക്കാം, ഹോം, സ്ട്രാറ്റജി ബിൽഡർ, അനാലിസിസ് ആൻഡ് ഇൻസൈറ്റ്സ്. ഇതിൽ സ്ട്രാറ്റജി ബിൽഡറിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. വൺസ് അഗൈൻ, ഹോമിൽ നിന്ന് നമ്മൾ എവിടെ വരിക, സ്ട്രാറ്റജി ബിൽഡർ. സ്ട്രാറ്റജി ബിൽഡറിൽ നിങ്ങൾ ഇവിടെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, എന്തൊക്കെ കാണാൻ കഴിയും? ബിൽഡ് സ്ട്രാറ്റജി ഫോർ. എവിടെയാ? നിഫ്റ്റിക്ക് നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ സെൻസെക്സ് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ സെൻസെക്സിന് നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, ബാങ്ക് നിഫ്റ്റിക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. ക്രൂഡ് ഓയിൽ, നിങ്ങൾ കമ്മോഡിറ്റി എക്സ്ചേഞ്ചസിൽ നിങ്ങൾ കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ മാത്രമല്ല, ഡിഫറെൻറ്റ് ടൈപ്സ്, ഗോൾഡ്, സിൽവർ, അലുമിനിയം, സിങ്ക്, ദെൻ കോപ്പർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ്, നാച്ചുറൽ ഗ്യാസ്, പിന്നെ കോട്ടൺ, ഇതെല്ലാം നിങ്ങൾക്ക് നോക്കൂ. ഗോൾഡിന് ഒരു സ്ട്രാറ്റജി കൊടുത്തിട്ടുണ്ട്, നാച്ചുറൽ ഗ്യാസിന് സ്ട്രാറ്റജി. ഒരു സ്ട്രാറ്റജി അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് നമുക്ക് എന്തിലൂടെ, ക്വാണ്ട് മോഡിലൂടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്ത് അതിന്റെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എത്രമാത്രമാണെന്നും എത്രമാത്രം ലോസ് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ലോസ് വരെ, മാക്സിമം ലോസ് എത്ര പോകാൻ സാധ്യതയുണ്ടെന്നും, എത്ര ലോട്ട്സ് എടുത്താൽ എത്ര പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, എത്ര ലോസ് പോകാൻ സാധ്യതയുണ്ട്, ഇത്തരം ഒരു ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലിയർ ഐഡിയയോടുകൂടി നമ്മൾ ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ഒന്ന്, നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ. ഓപ്ഷൻ ട്രേഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെരി റിസ്കിയാണ്. ആ റിസ്കിലും നമ്മൾ ഹൈ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് ഹൈ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. രണ്ടാമത്, നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് ലാഭവും അതേമാതിരി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഒരു ധാരണയില്ല. ആ ധാരണ നമുക്കിവിടെ കിട്ടുകയാണെങ്കിൽ എത്രത്തോളം ലാഭം കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലത്. സോ അതിന് ഏറ്റവും ക്വിക്കായിട്ട് നമ്മൾ ഒരു ട്രേഡ് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരണമെങ്കിൽ നമുക്ക് ക്വാണ്ട് മോഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക.
നേരെ ഇവിടെ വരൂ. നമ്മളിപ്പോൾ നേരെ നിഫ്റ്റിയിലേക്ക് വരാം. നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് ഇവിടെ അറിയാൻ പറ്റും. സ്പോട്ട് ഇപ്പോൾ 26,616 നമ്മൾ സ്പോട്ട് റൺ ചെയ്യുന്നു. ഇതിൽ നിങ്ങൾക്ക് തൊട്ട് താഴെ ബിൽഡ് സ്ട്രാറ്റജി ബൈ സ്ട്രൈക്ക് എന്ന് കേട്ടോ. ബിൽഡ് സ്ട്രാറ്റജി ബൈ സ്ട്രൈക്ക് എന്നാണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് വേണ്ടത് ബിൽഡ് സ്ട്രാറ്റജി ബൈ ക്വാണ്ട് മോഡ്. അപ്പോൾ ഇവിടെ ഈ സ്ട്രൈക്കിനോടൊപ്പം തന്നെ നമ്മളിവിടെ ക്വാണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ ആ ഒരു ബട്ടൺ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ട് മോഡ് നോക്കൂ. അപ്പൊ ഇപ്പൊ എന്താ വായിക്കേണ്ട? ബിൽഡ് സ്ട്രാറ്റജി ബൈ സ്ട്രൈക്കിന് പകരം ക്വാണ്ട്. ക്വാണ്ടിന്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് വെച്ചാൽ, ക്വാണ്ടിന് നമ്മളിവിടെ അതിൽ തന്നെ ഇമ്മീഡിയറ്റ്ലി കൂടുതലും എല്ലാവരും ATM പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് ഡിഫോൾട്ട് ആയിട്ട് എന്താ വരിക? ക്വാണ്ട് മോഡിൽ ATM തന്നെ വന്ന് നിൽക്കും. ATM ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ക്വാണ്ട് മോഡ് നിഫ്റ്റിയുടെ ATM പോയിന്റ്സ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് ATM പോയിന്റ്സ്? ATMനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രൈക്ക് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് ATM ചൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നോക്കൂ, ATMൽ നിന്നും +500 -500 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ATMന്റെ അതും ഇവിടെ ഏതാ? ബൈ ആണ്. ബി ഏത് ബി ആണ്? ഏത് സ്ട്രൈക്കാണ് നമ്മൾ ഇവിടെ നോക്കുക? സ്ട്രൈക്കിന്റെ കേസ് ഇവിടെ നോക്കുമ്പോൾ സി എന്ന് ഇവിടെ കാണുന്നുണ്ട്. സി എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ. അപ്പൊ കോൾ ഓപ്ഷന്റെ ATMൽ നിന്നും മുകളിലേക്കാണെങ്കിൽ അത് എന്ത് മണിയാണ്? ഔട്ട് ഓഫ് ദ മണിയാണ്. പലർക്കും ഇൻ ദ മണി വേണമെങ്കിൽ നമ്മൾ ATMൽ നിന്ന് മൈനസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ATM നിൽക്കുന്നത്. ഇതിന്റെ -50 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ മണി സ്ട്രൈക്ക് ആണ്. അറ്റ് ദ മണിയിൽ നിന്നും ഇൻ ദ മണി. -100 എന്ന് പറഞ്ഞാൽ -100 ഇൻ ദ മണി. -100 150 ഇൻ ദ മണി, 200 ഇൻ ദ മണി. ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞാലോ +500 എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണി. 500 ഔട്ട് ഓഫ് ദ മണിയിൽ എന്തൊക്കെയാണ്? പ്രീമിയം കുറവായിരിക്കും. ഔട്ട് ഓഫ് ദ മണി കോളിന്റെ. പക്ഷെ ഇതേ നമ്മൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പുട്ടാക്കി കഴിഞ്ഞ് നോക്കൂ, PE ആയി. PE ഇപ്പൊ എന്താണ്? ബൈ ആണ്. ATM പോയിന്റ്. PEയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? PEയിൽ ഇവിടെ ATMൽ ക്ലിക്ക് ചെയ്തിട്ട് PEയിൽ +500 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? താഴ്പോട്ടേക്ക്. അത് നേരെ എങ്ങോട്ടേക്കാ പോവുക? ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോകും. മറ്റത് ഇൻ ദ മണിയിലേക്ക് പോകും. ഈ ഡിഫറൻസ് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചോളണം ട്രേഡ് ചെയ്യാൻ നേരം. അപ്പൊ നമ്മളിപ്പോ വീണ്ടും തിരിച്ച് കോള് വീണ്ടും ബൈ ആണ്. നിങ്ങൾക്ക് ഇനി സെല്ല് വേണമെന്നുണ്ടെങ്കിലോ സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ അല്ലെങ്കിൽ ബൈയിൽ, ഇപ്പൊ ബൈയിലാണെങ്കിൽ ഇനി അടുത്ത എക്സ്പയർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏത് എക്സ്പയർ വേണം ചൂസ് ചെയ്യാം. ഇനി ലോട്ട് സൈസ് നിങ്ങൾക്ക് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലോട്ട് സൈസ് ചൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ സ്ട്രൈക്സ് വേണോ? മൾട്ടിപ്പിൾ സ്ട്രൈക്ക് എടുക്കാം. ഇപ്പൊ നോർമൽ. ഇനി ഇതിന്റെ അടുത്ത പ്രത്യേകത എന്താണ്? ഇതിന്റെ പേ ഓഫ് നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ സ്ട്രാറ്റജി നമുക്ക് എങ്ങനെയാ ഇതിന്റെ പേ ഓഫ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് ടേബിൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ നോക്കൂ എത്ര ലോസ് എത്രയാണ്, ഗെയിൻ എത്രയാണ് നമുക്ക് അറിയാൻ പറ്റും. ടാർഗറ്റ് പ്രൈസ്, LTP, സ്ട്രാറ്റജി നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്ത് പേ ഓഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രാറ്റജി ചാർട്ടിലേക്ക് പോവാം. സ്ട്രാറ്റജി ചാർട്ടിൽ ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഇവിടെ നോക്കൂ, ഇത് നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രൈക്ക് ലൈൻ ഇതാണ്. ഈ യെല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെല്ലോ ലൈൻ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ മൂവ്മെന്റ് ആണ്. നിഫ്റ്റി എങ്ങോട്ട് പോകുന്നു അതേമാതിരി തന്നെയാണോ പ്രൈസ്. ഇതിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഇത് അറിയാൻ പറ്റും. അതിനോടൊപ്പം P&L ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിഫറെന്റ് ആയിട്ട് ഇനി ഒരു സ്ട്രൈക്കും കൂടെ നോക്കാം. സേ ഫോർ എക്സാമ്പിൾ ATM പോയിന്റ് നമ്മൾ 2 സ്ട്രൈക്ക് എടുക്കുന്നു. അതിൽ ഇപ്പൊ ഞാനിവിടെ PE കൊടുക്കുന്നു. ഒന്ന് PE കൊടുത്തിട്ട് ഇനി ഒന്ന് ഞാൻ CE കൊടുക്കുന്നു. നോക്കൂ, CE കൊടുക്കുന്നു. കണ്ടോ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നവംബർ പുട്ട് ഓപ്ഷൻ ഒരു ലോട്ട്, കോൾ ഓപ്ഷൻ ഇനി ഒരു ലോട്ട്. P&L ഇവിടെ എന്താ കാണിക്കുന്നത്? നോക്കൂ, ഇതിന്റെ സ്ട്രാറ്റജി നമ്മൾ P&L എന്ന് പറയുന്നത് ഇത് നമ്മൾ ട്രേഡിലേക്ക് പോയിട്ടില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് എന്തറിയാൻ പറ്റും? ഇങ്ങനെ ഒരു സ്ട്രാറ്റജി വരികയാണെങ്കിൽ നമ്മൾക്ക് നമ്മളിപ്പോ ഈ എന്തൊക്കെ ഇതിൽ നോക്കൂ, ഇതെന്താ ചെയ്തിരിക്കുന്നത് നോക്കൂ. നവംബർ 25 കോൾ ഓപ്ഷന്റെയും പുട്ട് ഓപ്ഷന്റെയും ഓരോരോ ലോട്ട് നമ്മൾ ട്രേഡിലേക്ക് പോകുകയാണെങ്കിൽ അത് ഏതൊക്കെയാണ്? ATM സ്ട്രൈക്കിൽ തന്നെ ഇപ്പൊ നിൽക്കുന്ന അറ്റ് ദ മണി സ്ട്രൈക്കിൽ ഒരു ലോട്ട് കോൾ ഓപ്ഷനും ഒരു ലോട്ട് പുട്ട് ഓപ്ഷനും നിങ്ങൾ ബൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എത്രയാണ്? 19,000 നിങ്ങൾക്ക് പ്രോഫിറ്റിന് സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നു. നിങ്ങൾക്ക് ലോസിനാണെങ്കിലോ ഈ പറയുന്ന 3,438 ലോസിന് കാണിക്കുന്നു. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടും എന്നൊന്നും ധാരണ. അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ സ്ട്രാറ്റജിയാണ്. പേ ഓഫ് സ്ട്രാറ്റജി എത്രമാത്രം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്.
ഇനി അടുത്ത് എന്താ ഇതിൽ അറിയേണ്ടത്? നോക്കൂ, ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് നോക്കൂ അൺലിമിറ്റഡ് ആണ്. നോക്കൂ, മാക്സിമം ലോസ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ലോട്ടിന്റെ കോൾ ഓപ്ഷന്റെ ഒരു ലോട്ടിന് എത്ര രൂപയാണോ അത്രയും രൂപ, പുട്ട് ഓപ്ഷൻ എത്രയാണോ അത്രയും രൂപ. റിസ്ക് റിവാർഡ് ഇതിൽ അറിയാൻ പറ്റില്ല, കാരണം ഇത് സിമ്പിൾ സ്ട്രാറ്റജിയാണ്. സോ ദിസ് ഈസ് ഹൗ. ഇതേമാതിരി നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ നിന്നും ATM-ൽ വിട്ടിട്ട് പുട്ട് ഓപ്ഷൻ, ഇപ്പൊ കോൾ ഓപ്ഷൻ്റെ നമുക്ക് ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോവാം. ഔട്ട് ഓഫ് ദ മണി പോകുന്നെങ്കിൽ പ്ലസിലേക്ക് പോവാം. ഞാനിപ്പോൾ +200 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരും എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ സ്ട്രാറ്റജി ഇപ്പൊ നോക്കൂ, ഇപ്പോഴും ഇതിന്റെ നോക്ക് ഫണ്ട് ഇതിന് ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ, ഓവറോൾ മാർജിൻ മൊത്തത്തിൽ ഈ രണ്ട് ഇതും കൂടി എടുക്കാൻ നിങ്ങളുടെ ടോട്ടൽ മാർജിൻ എത്രയാ? 15,000 രൂപ നിങ്ങൾക്ക് മാർജിൻ വേണം. എത്രയാ ഫൈനൽ മാർജിൻ? 15,000. എത്രയാ നിങ്ങൾക്ക് ലോസ് പോകാൻ സാധ്യത? എത്രയാ? -15,000. മാക്സിമം ലോസ് പോയി കഴിഞ്ഞാൽ എത്രയാ? നിങ്ങൾ ഈ 2 ലോട്ടിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. ഇനി നിങ്ങൾക്ക് പ്രോഫിറ്റ് വരികയാണെങ്കിൽ എത്ര മാക്സിമം വരാൻ സാധ്യതയുണ്ട്? അത് അൺലിമിറ്റഡ് പ്രോഫിറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ക്വാണ്ട് മോഡ് എന്ന് പറയുന്നത് ഈസി ആയിട്ട്, ഇനി ഇതിൽ തന്നെ ക്വാണ്ട് മോഡിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ്. ഇതിപ്പോ ATM മാത്രം നിങ്ങൾ കണ്ടു. ഞാനിപ്പോ സിമ്പിൾ വേറൊരു സംഭവം കാണിക്കാം. നിങ്ങൾ ATM വിട്ടിട്ട് കണ്ടീഷൻസ് നമുക്കിവിടെ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലരൊക്കെ ഈ പ്രീമിയം ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും. ലൈക്ക് ഇപ്പോൾ 100 രൂപയുടെ അടുത്തുള്ള പ്രീമിയം എനിക്ക് വേണം, അത് കോൾ ഓപ്ഷന്റെ 100 രൂപയുടെ അടുത്തുള്ള ഒരു പ്രീമിയം, അത് എനിക്കൊന്ന് ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സിംപ്ലി ക്ലോസസ്റ്റ് പ്രീമിയം എമൗണ്ട് എത്ര? ഇവിടെ 100 കൊടുത്തിട്ടുണ്ട്. 100 കൊടുക്കുമ്പോഴേക്കും തൊട്ട് താഴെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, നവംബർ 25 എക്സ്പയറിയിൽ 25,950 അതിന്റെ ഓപ്ഷൻ ഏതാ? P-യിലാണ് അതിപ്പോ ഉള്ളത്, അവൈലബിൾ. എത്രയിലാണ്? 103 രൂപ, നിയറസ്റ്റ് 100. ഇനി ഇവിടെ ഇത് മാറ്റിയിട്ട് നമ്മളിപ്പോ ഇത് 200 ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഇത് മാറി 26,150. അത് ഏതാ? PE 199 രൂപ 70 പൈസ. കേട്ടോ, അപ്പൊ ഈ സ്ട്രാറ്റജിയാണ് ഇത്. നമുക്ക് ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതേമാതിരി ഇവിടെ വേറൊന്ന്, ഇതിപ്പോ PEക്ക് പകരം ഞാനിത് CE ആക്കി നോക്കിയാലോ? CEക്ക് എന്ത്? CE ആണെങ്കിൽ ഏതാ വരിക? ഇത് മാറ്റിയിട്ടില്ല. CEയിൽ നമുക്ക് അതേമാതിരി നമുക്ക് സ്ട്രാറ്റജി പോയിന്റ് ക്ലോസസ്റ്റ് ടു പ്രീമിയം, ഒരു രണ്ടിനും ഒരേ പ്രീമിയം റേഞ്ചിലുള്ള ഏതെങ്കിലും സ്ട്രൈക്ക് ഉണ്ടോ എന്ന് നോക്കുന്നു. അതൊരു രണ്ടിനും ഉണ്ട്. നോക്കൂ, ഇത് ഞാൻ PE കൊടുത്തു. PEയിലാണെങ്കിൽ 199.7 ഒരു സ്ട്രൈക്ക് ഉണ്ട്. CEക്കാണെങ്കിൽ 196 ഒരു സ്ട്രൈക്ക് ഉണ്ട്. അപ്പൊ ഈ 2 സ്ട്രൈക്കിനും ടോട്ടൽ നമുക്ക് എത്ര ചെലവ് വരിക? 29,726. എത്ര മാർജിൻ? വാട്ട് എവർ. നെറ്റ് പ്രീമിയം എത്ര? 29,726 രൂപ നമ്മൾ പേ ചെയ്യണം. നമ്മുടെ ലോസ് പോവാണെങ്കിൽ മാക്സിമം ലോസ് എത്രയാ? 29,726. ഇനി നമുക്ക് പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഈ ഒരു കണ്ടീഷൻ പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിലോ, P&L ടേബിൾ നോക്കൂ, 19,000. സോ അപ്പോൾ ഈ ഒരു അയ്യോ, ഇത് വലിയ ഫിഗറാ കാണിക്കുന്നത്. സോ ലോട്ട് സൈസിന്റെ ഡിഫറൻസ്. ഈ 2 പ്രീമിയത്തിന്റെയും പുട്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എത്രയാ? 1,92,000 ആണ് പ്രോഫിറ്റ് കാണിക്കുന്നത്. 1,92,000 വരെ അൺലിമിറ്റഡ് ആണ്. അതായത് 1,92,000 നമുക്ക് കിട്ടും എന്നൊന്നും നിങ്ങൾ ധരിക്കണ്ട. നിങ്ങൾക്ക് സാധ്യതയുണ്ടത് എത്രയാണ്? ഇത്രയും സാധ്യതയുണ്ട്. അപ്പോൾ 2 സ്ട്രൈക്കും നമ്മുടെ എക്സ്പെൻഡിച്ചർ എത്രയാ? ഇത്ര രൂപ, 27,000 സംതിങ്, നിയർ അബൌട്ട് 27,000. നമുക്ക് നഷ്ടപ്പെട്ടാൽ അത്രയും നഷ്ടപ്പെടും. ലാഭം കിട്ടിയാലോ? ലാഭം കിട്ടിയാൽ ഏതാണ്ട് 1,92,000 വരെ ലാഭം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി വേറെ ചിലർ എന്താ പറയുക, പ്രീമിയം അല്ലാണ്ട് നമുക്കിപ്പോൾ ഡെൽറ്റ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും. ഡെൽറ്റ വാല്യൂ, ഡെൽറ്റ, ഗാമ, തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഓപ്ഷൻ പ്രീമിയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. ഓപ്ഷനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാം. ഇതൊക്കെ ഓപ്ഷൻ ഗ്രീക്സിനകത്ത് വരുന്നതാണ്. ഓക്കെ, അറിയുന്നവർക്ക് അറിയാം. ഡെൽറ്റ വാല്യൂ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അവർക്കാണെങ്കിൽ ഡെൽറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചൂസ് ചെയ്യാം ഏത് ഡെൽറ്റ വാല്യൂ വേണം. ഡെൽറ്റ വാല്യൂ 0.50. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, ഡെൽറ്റ വാല്യൂ 57 എന്ന് പറയുന്നത് എന്താണ്? നിയർ അബൌട്ട് ATM-നോട് ചേർന്ന് നിൽക്കുമ്പോൾ എപ്പോഴും ATM-ന്റെ ഡെൽറ്റ വാല്യൂ അറൌണ്ട് 50% ആയിരിക്കും. അതാണ് 0.5 എന്ന് കാണിക്കുന്നത്. സോ ഇല്ല, ഡെൽറ്റ വാല്യൂ എനിക്ക് കുറച്ച് മതി എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ
നമുക്കിപ്പോൾ ഡെൽറ്റ വാല്യൂ നിങ്ങൾക്ക് 0.5 എന്നോ 0.3 ആണെങ്കിൽ ഡെൽറ്റ വാല്യൂ ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. 0.5ന് മേളിൽ പോവുകയാണെങ്കിൽ ഇൻ ദ മണിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ഓക്കെ, സോ വാട്ട് എവർ. സോ ഡെൽറ്റ വെച്ച് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രേഡ് ചെയ്യാം. ഇല്ലെങ്കിൽ തീറ്റ വെച്ച് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തീറ്റ ഈസ് ഈക്വൽ ടു ടൈം ഡീകെ, അല്ലെങ്കിൽ സമയം എത്രത്തോളം ഡീകെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തീറ്റ വാല്യൂ കൂടുന്തോറും ഡീകെയുടെ അളവ് കുറയും. സോ അതിൻ്റെ തീറ്റ വാല്യൂ കൂടുന്തോറും ഡീകെയുടെ അളവ് കൂടും. തീറ്റ വാല്യൂ കൂടുമ്പോൾ അതനുസരിച്ചിട്ട് ടൈം ഡീകെയുടെ വാല്യൂ പെട്ടെന്ന് ഡീകെ ആകും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് ഗാമ എഫക്റ്റ് ഒന്നും അത്ര, ഇതൊക്കെ വളരെ ഹൈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് മെക്കാനിസം ആണ് പലരും യൂസ് ചെയ്യുക. നോർമലി നിങ്ങൾ ATM മെയിൻലി എന്താ പറയുക, കോമൺലി ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നത് ATM ബേസിസ് ആയിരിക്കും. ATMിൽ നിന്നും 1 പോയിന്റ് 2 പോയിന്റ് ഇൻ ദ മണി ഔട്ട് ഓഫ് ദ മണി ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും. സോ അതല്ല എന്നുണ്ടെങ്കിൽ പ്രീമിയം ബേസിസിലായിരിക്കും കൂടുതൽ ട്രേഡ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ഏറ്റവും ഡിഫോൾട്ടായിട്ട് ഇവിടെ വരുന്നത് ഏതാണ്? ഡിഫോൾട്ടായിട്ട് വരുന്നത് ATM പോയിന്റ്സിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ഡിഫോൾട്ടായിട്ട് എപ്പോഴും ഈ ഒരു സ്ട്രാറ്റജി ബിൽഡിങ്ങിൽ കാണുക. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തത് ക്ലോസസ്റ്റ് പ്രീമിയം കാണും. കണ്ടോ, ഇത് രണ്ടുമാണ് കൂടുതൽ നമ്പർ ഓഫ് ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടുന്ന സൗകര്യം ഒരുക്കി തരിക എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഉദ്ദേശം. അതിന് നമുക്ക് ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അതിന് എത്രത്തോളം ഇത് റിയൽ ടൈമാണ്, നമുക്ക് എത്ര പ്രോഫിറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് ഇപ്പം തന്നെ ഈ ഒരു സ്ട്രാറ്റജി ഇപ്പം തന്നെ ഡെഫിനിഷൻ മാറി വരുന്നുണ്ട്. കണ്ടോ, നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ അതിൻ്റെ കോൾ സൈഡ് മൈനസ് ആയിരുന്നു, ഇപ്പോൾ കോൾ സൈഡ് പ്ലസിലേക്ക് വന്നു. സോ ലൈക്ക് വൈസ് ഇതേമാതിരി സ്ട്രാറ്റജിയെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ഓർ പ്രോബബിലിറ്റി ഓഫ് ലൂസിങ്, ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി, സ്ട്രാഡിൽ അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ, അത് സ്ട്രൈക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. ക്വാണ്ട് മോഡ് എന്ന് പറയുന്നത് ക്വിക്കായിട്ട് നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് സ്ട്രാറ്റജി നമുക്ക് തന്നെ ബിൽഡ് ചെയ്യാം. അതിന് കോസ്റ്റ് എത്രയാകും നമുക്ക് അറിയാൻ പറ്റും. അതിന് എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി സാധ്യതയുണ്ടെന്ന് അറിയാൻ പറ്റും. എഗൻസ്റ്റ് ഇപ്പം നിങ്ങൾ എടുക്കുന്ന അണ്ടർലൈങ് അസറ്റ് ഏതാണ്, ഇപ്പം നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയും ഈ പറയുന്ന നിങ്ങൾ എടുക്കുന്ന സ്ട്രൈക്സും എത്രത്തോളം അതിന് ഫേവറബിൾ ആയിട്ട് മൂവ് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എഗൻസ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ സ്ട്രാറ്റജി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഇത് നിഫ്റ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ നിഫ്റ്റിക്ക് പാരലൽ ആയിട്ടാണോ, എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നൊക്കെ വരെ നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സ്ട്രൈക്കും നിഫ്റ്റിയും തമ്മിൽ എത്രത്തോളം വേരിയൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മൾട്ടി സ്ട്രൈക്ക് OA ബേസിസിലും ആൾക്കാർ ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. മൂന്നാമത്തെ ഒരു കണ്ടീഷനാണ് OA ബേസിസിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ക്വാണ്ട് മോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇത് വെരി സിമ്പിളാണ്. നിങ്ങൾ ഏത് കാര്യവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്കൊരു കീനായിട്ടൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഏതൊരു വിഷയത്തെ ചുമ്മാ നമ്മൾ കണ്ട് നമ്മളന്ന് ജസ്റ്റ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതിന് പകരം ഇപ്പം നിഫ്റ്റി എടുക്കുക. നിങ്ങൾ ഓരോ ദിവസവും ഒരു 1 വീക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താ ചെയ്യുക, നിങ്ങൾക്ക് കാരണം ട്രേഡ് ചെയ്യണമെന്ന് ആവശ്യമില്ല. നിങ്ങൾ സ്ട്രാറ്റജീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഇവിടെ എത്ര വേണേലും നമുക്ക് ബിൽഡ് ചെയ്യാം. നോക്കൂ, ഇതിൽ തന്നെ പല കണ്ടീഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ സ്ട്രൈക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്ത് നോക്കിയിട്ട് ടോട്ടൽ അതിന് എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് അറിയാൻ പറ്റും. ടോട്ടൽ എത്ര പ്രോഫിറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാൻ പറ്റും. പ്രോഫിറ്റ് വരും ഒരിക്കലും ഞാൻ പറയില്ല, അങ്ങനെ പറയാനും പാടില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. എത്ര പ്രോബബിലിറ്റീസ് ഒക്കെ അറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു ഗുണം എന്താണ്, പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ സ്ട്രാറ്റജി ഞാൻ നോക്കൂ, ബുൾ കോൾ സ്പ്രെഡ്, ബുൾ പുട്ട് സ്പ്രെഡ്, ബിയർ കോൾ സ്പ്രെഡ്, ബിയർ പുട്ട് സ്പ്രെഡ്, ഷോർട്ട് സ്ട്രാഡിൽ, ഷോർട്ട് സ്ട്രാങ്കിള്, അയൺ കൗണ്ടർ, ബട്ടർഫ്ലൈ, ഷോർട്ട്, ലോങ്, എവറിത്തിങ്. അതിൽ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് സിമ്പിൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എവറിത്തിങ് അതിന് തന്നെ ഇപ്പോൾ ബുൾ പുട്ട് സ്പ്രെഡ് ആണ് വന്നിരിക്കുന്നത്, ബുൾ പുട്ട് സ്പ്രെഡ്. അപ്പോൾ അതിൻ്റെ നോക്കൂ, ഒരു കൃത്യമായിട്ടും ATMന്റെ എത്ര 1 പോയിന്റ് ഇൻ ദ മണി, 1 പോയിന്റ് ഔട്ട് ഓഫ് ദ മണി, അതായത് 1 സ്ട്രൈക്ക് ഇൻ ദ മണി, 1 സ്ട്രൈക്ക് ഔട്ട് ഓഫ് ദ മണി. അപ്പോഴേക്കും ബുൾ
പുട്ട് സ്പ്രെഡിലേക്ക് വന്നു. അപ്പോൾ എന്താ സംഭവിക്കുക, അതിൽ ഇവിടെ എന്താ പുട്ട് ഓപ്ഷൻ സെല്ലിയും ചെയ്യുന്നു, പുട്ട് ഓപ്ഷൻ ബൈയും ചെയ്യുന്നു. അതിനെന്താ കോസ്റ്റ് വരിക, നമുക്കിവിടെ നോക്കൂ, നവംബർ 25 എക്സ്പയറി വരിക, ഒരു പുട്ട് ഓപ്ഷൻ ബൈയും ഒരു പുട്ട് ഓപ്ഷൻ സെല്ലും. ടോട്ടൽ നമുക്ക് മാർജിൻ റിക്വയർമെന്റ് 54,000. അതിന് മാക്സിമം പ്രോഫിറ്റ് എത്ര, ഇപ്പോൾ 0 കാണിക്കുന്നു. കാരണം ഈ ഒരു ഇതിന് ഇങ്ങനെയാ, ഇതിന്റെ സ്ട്രാറ്റജിക്ക് ഇതാണ്. ഇനി വേറൊരു സ്ട്രാറ്റജി നമുക്ക് ബുൾ കോൾ സ്പ്രെഡ് എടുത്ത് നോക്കാം. അതിന് നോക്കൂ, അതിന് പേ ഓഫ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് P&L ഇതിൽ അറിയാൻ പറ്റുന്നില്ല. P&L ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, അതിന് എസ്റ്റിമേറ്റഡ് P&L എത്രയാ, ലോസിലാണ് ഇപ്പൊ കാണിക്കുന്നത്, കണ്ടോ. സോ ഇതേമാതിരി നിങ്ങൾക്ക് തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് നോക്കാം. ബിൽഡ് ചെയ്തിട്ട് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതലാണോ കുറവാണോ എന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം. ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ ട്രേഡിലേക്ക് പോകാം. സോ ഇത്രയേ ഉള്ളൂ ക്വാണ്ട് മോഡ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ക്വാണ്ട് മോഡ് സ്വന്തമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് ഓൺലി എ പെർഫെക്റ്റ് ട്രേഡർ. അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക, നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.